ആരും കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട് അല്ലേ? വിഷമമുണ്ട്. കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല, എന്റെ ആൾക്കാർ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. തീർത്തും രാവും പകലും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എങ്ങനെ അവരൊക്കെ വരും? അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളെയാണ് നിങ്ങളുടെ മകൻ കൊന്നിട്ടുള്ളത്. നിങ്ങളുടെ മകനെ പോലും കൊന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് യാതൊരു രക്തബന്ധവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെയും കൊന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അഫാൻ ഇന്ന് ജയിലിൽ കിടക്കില്ലായിരുന്നു, നിങ്ങൾക്ക് ഈ നഷ്ടങ്ങളൊന്നും വരില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലേ? ഇവർക്ക് വലിയൊരു അസുഖമുണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അതിന് ഒരുപാട് ചെലവുണ്ടായിരുന്നു. ആ ചിലവ് നികത്താൻ വേണ്ടിയാണ് കടം വാങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഇതിൽ അവതാരകന്റെ ഒരു അതിപ്രസരം നന്നായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്തായാലും ഒന്ന് കാണാം. ക്യാൻസർ ആണോ? എന്ത് ക്യാൻസർ ആണുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ ആണ് 10 വർഷമായിട്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? നാട്ടിൽ അങ്ങനെ അറിയത്തക്കോരൊന്നും പൊതുവെ അറിയത്തില്ല. അപ്പൊ ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷങ്ങൾ